സ്മാർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് സ്മാർട്ടിൻ്റെ ഭവന പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. സ്മാർട്ട് എല്ലാ മേഖലയിലുമുള്ള MLAയുടെ പ്രവർത്തനങ്ങളുടെ ഒരു സം ടോട്ടലാണ് സ്മാർട്ട്. അതിനകത്തെ ഇപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ബ്രിഗേഡ് അറിയാം, സ്മാർട്ട് അവാർഡ്സ് അറിയാം. അപ്പോൾ അതിനകത്തെ സ്മാർട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തെ ഒരു പുതിയ പദ്ധതിയാണ് സ്മൈൽ. ഇപ്പോൾ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് നമ്മുടെ എല്ലാം ഇപ്പോൾ ആസിക്ക ലോകത്തിൻ്റെ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആദ്യം സ്വന്തം റൂമിൽ വന്നിരിക്കുക, അതാണ് ഹാപ്പിനെസ്. മോനേട്ടൻ ലോകം മുഴുവൻ കറങ്ങിയിട്ട് വന്നാലും വീട്ടിൽ വന്നിരിക്കുകയാണ് ഹാപ്പിനെസ്. നിങ്ങളും ജോലി കഴിഞ്ഞിട്ട് മുറി വരുന്നതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു മുറി ഓൺ ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. വേറൊരു സമ്പാദ്യത്തിലും കാര്യമില്ല. അപ്പോൾ അത് ഇല്ലാത്ത ആളുകളെ അവർക്കൊരു വലിയ പ്രയാസമാണ്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട്. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്വപ്നമല്ലേ. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളെ ഒന്ന് കൈപിടിക്കുക കിട്ടുന്നൊരവസരം. ജനപ്രതിനിധിയാകുമ്പോൾ ആദ്യം ആഗ്രഹിച്ചത് നിങ്ങളോട് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ചെയ്യുക ഒരു ഭവന പദ്ധതി കൊണ്ടുവരികയാണെന്ന്. അപ്പോൾ അത് സ്മൈൽ എന്ന് പറയുന്ന ഭവന പദ്ധതി രൂപീകരിച്ചു. അപ്പോഴാണ് ഇന്റൽ ഗ്രൂപ്പിൻ്റെ ഒരു CSR ഫണ്ടിനെ പറ്റി ധാരണയായത്. അപ്പോൾ ആദ്യമേ തന്നെ അപേക്ഷ കൊടുത്തു. ഉമേഷേട്ടനുമായിട്ട് വളരെ വർഷങ്ങളുടെ അടുപ്പമുണ്ട്, സഹോദരനെ ഉള്ള ആളാണ്. മോഹനേട്ടന് മുന്നിലും ഈ ആപ്ലിക്കേഷൻ എത്തിയപ്പം വളരെ പോസിറ്റീവായിട്ടാണ് നിന്നത്. അപ്പം ലോകം മുഴുവൻ ഇപ്പോൾ ഇത്ര 400-ലധികം ബ്രാഞ്ചുകളുണ്ടെന്ന് മോഹനേട്ടൻ പറയുമ്പോഴും ഇതിൻ്റെ ബേസ് പാലക്കാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം പാലക്കാടിനോട് അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞ ഏക കണ്ടീഷൻ ഏറ്റവും നീഡിയായിട്ടുള്ള ആളുകൾക്ക്, അതിന് വേറെ ക്രൈറ്റീരിയകൾ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പം അപേക്ഷകൾ ക്ഷണിച്ചപ്പോഴും നമ്മളത് തന്നെയാണ് നോക്കിയത്. അവരുടെ രാഷ്ട്രീയമോ അവരുടെ പ്രദേശമോ അവരുടെ ജാതിയോ അതൊന്നും നോക്കിയിട്ടില്ല. ഏറ്റവും നീഡിയാണോ അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇപ്പം ഇന്റൽ ഗ്രൂപ്പ് 20 എണ്ണമാണ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ അത് ഇന്റലിൻ്റെയും കൂടട്ടെ, നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് പരമാവധി CSR ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് ഈ വീടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ജനുവരി 1 പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടലിന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആസിക്കയെ വിളിച്ചു. അപ്പോൾ ആസിക്ക ഒരു പരിപാടിക്ക് MLA ആയപ്പോഴും എന്നോട് പറഞ്ഞൊരു പരിപാടിക്ക് പാലക്കാട് വരാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഒരു 3-4 ദിവസം മുമ്പാണ് ആസിക്കയോട് വിളിക്കുന്നത്. വളരെ ഷോർട്ട് ടൈമിലാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ തന്നെ ഞാനൊരു പ്രതീക്ഷിച്ചാണ് വിളിക്കുന്നത്. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ വന്നേക്കാം എന്ന് പറയുകയും കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. അപ്പോൾ അതിന് മുഴുവൻ പാലക്കാടിൻ്റെയും പേരിൽ 1-ാം തീയതിയാണ് രാവിലെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുടെ ദിവസമാണ്. അന്നേരം അസിക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു സ്നേഹമാണ്. ആ സ്നേഹം ഇതിപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് സ്നേഹമാണ്. അപ്പം അദ്ദേഹം മലയാള സിനിമയിൽ കൂടുതൽ വളരട്ടെ, ഇന്റൽ ഗ്രൂപ്പ് രാജ്യവും ലോകവും എല്ലാം വളരട്ടെ. അതിൻ്റെയൊക്കെ മെച്ചം നമുക്ക് പാലക്കാടിന് ഉണ്ടാകും. അപ്പോൾ ഇനി അമ്മയുടെ വീട് പൂർത്തീകരിച്ചിട്ട് എപ്പോഴേലും പാലക്കാട് ഷൂട്ടിന് വരുമ്പോൾ ആസിക്ക് ഒരു ദിവസം വരണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ പിന്തുണയ്ക്കും നന്ദി. താങ്ക് യു.